കേരളത്തിലെ സംഘപ്രവർത്തനത്തിൽ നിർണായകമായൊരു സംഭവമായിരുന്നു 75-ലെ അടിയന്തരാവസ്ഥക്കാലം. ഒരുപാട് അതിനുശേഷം വളരെ അധികം സ്ഥലങ്ങളിലേക്ക് സംഘപ്രവർത്തനം വ്യാപിക്കാനുള്ളൊരു പ്രധാന കാരണവും അടിയന്തരാവസ്ഥയിലുള്ള ആ പ്രവർത്തനത്തിൻ്റെ മേന്മ ഉണ്ടായിരുന്നു. സേതുവേട്ടൻ അന്ന് ഒളിവിലായിരുന്നോ അതോ? അതെ, ഞാൻ ഒളിവിലായിരുന്നു, ആലുവയിലായിരുന്നു. അപ്പോൾ സേതുവേട്ടന് പ്രത്യേകം പേരുണ്ടായിരുന്നു. ഞാൻ ശരിക്ക് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ പേര് ശങ്കരൻകുട്ടി എന്നായിരുന്നു. ശങ്കരൻ അച്ഛൻ്റെ പേര്. അപ്പോൾ ശങ്കരൻകുട്ടി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എറണാകുളം വിഭാഗം ഞാൻ ചെന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അന്ന് ഈ കാര്യാലയത്തിൻ്റെ പാലുകാച്ചൽ കറവാണ്. യാത്ര ജോഷിജി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെയാണ് ഇങ്ങനെ തലേദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നും പ്രധാനപ്പെട്ട ആൾ ജയിലാണെന്നും. അതുകൊണ്ട് പാലുകാച്ചൽ കർമ്മങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖ്യ ഭരണപ്രമുഖന്മാർ, പ്രചാരകന്മാരെല്ലാവരും വന്നിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, യാതൊരു സംശയം വേണ്ട, ഈ സ്ഥിതിയിൽ അവർ ഉടനെ സംഘത്തെ നിരോധിക്കും, അപ്പം നമ്മുടെ പ്രവർത്തനം എന്തായിരിക്കണം എന്നൊക്കെ ചോദിച്ച് ചർച്ച ചെയ്തു. ഉടനെ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മുതിർന്ന ആൾക്കാർ മിക്കവാറും അറസ്റ്റൊക്കെ ഉണ്ടാകും, കാര്യവാഹക്, സംഘചാലക് ഇതുപോലുള്ള അധികാരിമാർ ഗൃഹസ്ഥന്മാരാണ്, അവർക്ക് ഉള്ളിൽ പോകാൻ സാധിക്കില്ല, അവരെല്ലാവരും അറസ്റ്റ് ചെയ്താൽ അറസ്റ്റിന് വിധേയമാകുക, നിയമപരമായിട്ട് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക നമുക്ക് പിന്നീട് നോക്കാം. എല്ലാ പ്രചാരകന്മാരും ഉടനെ അണ്ടർഗ്രൗണ്ടിൽ പോകാൻ തയ്യാറാണ്. കാര്യയിലും വിടണം, ഏതെങ്കിലും സ്വയംസേവൻ്റെ വീട്ടിൽ താമസമാക്കണം. ഒരു ദീർഘമായിട്ടുള്ള പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകേണ്ടി വരും. ആ പോരാട്ടത്തിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കിട്ടും. ഇപ്പോൾ ഇമ്മീഡിയറ്റ് പോകുക, ഇപ്പം തന്നെ പോവുക, കാര്യാലയങ്ങളിൽ നിന്ന് വിടുക, സ്വയംസേവൻ്റെ വീട്ടിൽ താമസമാക്കുക എന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥയിൽ പ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ടുള്ള ഡയറക്ഷൻ അദ്ദേഹത്തിന് കിട്ടി. ഇത് കഴിഞ്ഞ ശേഷം പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടതിന് അഖില ഭാരതീയ ആൾക്കാരെല്ലാവരും കൂട്ടിയിട്ട് രഹസ്യമായിട്ടാണെങ്കിൽ നാഗ്പൂരിൽ കൂടി അവർ നിശ്ചയിച്ചു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് സംഘത്തെ നിരോധിക്കും, അതുകൊണ്ട് ഈ യാത്രാജിക്ക് നിശ്ചയിച്ച പോലെ തന്നെ അതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചു. ബാളാസാഹേബ് അറസ്റ്റിന് വിധേയമാകുക. അതുകൊണ്ട് അദ്ദേഹം നാഗ്പൂരിലേക്ക് ബോംബെയിൽ നിന്ന് മറ്റ് ഡൽഹിയിൽ നിന്ന് മറ്റ് വരുന്ന സമയത്ത് നിന്ന് നാഗ്പൂർ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അവിടെ വെച്ചിട്ട് തീരുമാനിച്ചത്, ഒന്ന്, നമ്മുടെ സംഘത്തിൻ്റെ വിവിധ ക്ഷേത്ര സംഘടനകൾ വേറെ 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 സംഘടന പ്രവർത്തിക്കില്ല, കോമൺ കമാൻഡ്, ഒരു സംഘടന കീഴിൽ എല്ലാവരും ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. രണ്ട്, സംഘടനാ പ്രവർത്തനം നിൽക്കരുത്, അതുകൊണ്ട് ഓപ്പണായിട്ട് ശാഖ നടത്താൻ സാധിക്കില്ല, അതുകൊണ്ട് ചെറിയ 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 ഗ്രൂപ്പായിട്ട് നിത്യേന കൂടണം ഏതെങ്കിലും സ്ഥലത്ത്, സംശയം ഉണ്ടാകാത്ത രീതിയിൽ എന്തെങ്കിലും പരിപാടി നടത്തുക, അറസ്റ്റിന് സാഹചര്യം ഉണ്ടാകരുത്. മൂന്ന്, വ്യാപകമായിട്ടുള്ള ജനജാഗരണത്തിന് വേണ്ടിയുള്ള പരിപാടികൾ തയ്യാറാകണം, സമൂഹത്തെ ഈ തരത്തിലുള്ള തീരുമാനമായിട്ട്. പിന്നെ നാഗപ്പൂരിൽ നിന്നാണല്ലോ ഓരോ സ്ഥലത്തും പോയിട്ട് ശാഖകൾക്ക് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള അധികാരിമാർക്ക് അതാത് സംസ്ഥാനത്തിൽ എവിടെ പോകണം, ആരെ കാണണമെന്നറിയാം. അതുകൊണ്ട് തേങ്കളിജി കേരളത്തിൽ വന്നു, കോഴിക്കോട് പോയി, അദ്ദേഹം കോഴിക്കോട് പ്രവർത്തികളാണ്, ആരുടെയും സഹായമില്ല, നമ്മുടെ പഴയ സ്വയംസേവ വീട്ടിൽ പോയി. പിന്നെ അവരിൽ നിന്ന് നമ്മുടെ സംഘത്തിൻ്റെ ഹരിയേട്ടൻ്റെ കേന്ദ്രം എന്ന് കോഴിക്കോടായിരുന്നു, ഹരിയേട്ടനെ കണ്ടെത്തി വിരിഞ്ഞു, എല്ലാ ഡയറക്ഷൻ കിട്ടി, തമ്മിൽ ബന്ധപ്പെടാനുള്ള നമ്പർ ഏതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളൊരു സെറ്റ് ആൾക്കാർ, നമ്മളൊരു 8-9 പേര് ഗുരുവായൂരിൽ ഒരുമിച്ച് രഹസ്യമായിട്ട് കൂടിയിട്ട് കേരളത്തിൻ്റെ പ്രവർത്തനം തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ സംഗതി, ഉടനെ നമ്മളൊരു സമരവും കാര്യങ്ങളല്ല, സത്യമായിട്ടുള്ള വാർത്തകൾക്ക് ജനങ്ങൾ എത്തിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ സമ്പർക്കം, പ്രമുഖരായിട്ടുള്ളവർക്ക് കാണുക, സ്വയംസേവയുടെ ശക്തിയാണ്, ഇത്തരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 5 മാസത്തിനുള്ളിലാണ് പിന്നെ സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് തയ്യാറായത്. വിവിധ മറ്റ് സംഘടനകളുണ്ട്, അവരുമായിട്ടൊക്കെ നമ്മൾ ബന്ധം വയ്ക്കണമെന്നുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരടക്കം. പക്ഷേ അവർക്കാർക്കും ഈ ഒരു സത്യാഗ്രഹത്തിന് സാധിക്കുമോ, ആൾക്കാർ വരുമോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഘം ആ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അതനുസരിച്ച് സത്യാഗ്രഹ പരിപാടി നമ്മുടെ കേരളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കം എല്ലാ ആൾക്കാരും നമ്മളൊരു കാര്യം നിശ്ചയിച്ചിരുന്നു, ആരും നിർബന്ധത്തിനോ സമ്മർദ്ദത്തിനോ വഴി. അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് ജയിലിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ, എന്തെല്ലാം കഷ്ടപ്പെടാൻ പോകും. പോലീസിൻ്റെ സമയം 1948 മാർക്സിസ്റ്റ് അവരുടെ സത്യാഗ്രഹത്തിൻ്റെ അനുഭവം നോക്കുന്നുണ്ട്, സ്വയംസേവരെ അടിച്ചമർത്തിയത്. പ്രത്യേകിച്ച് അധികാരമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ, ജയിലിൽ പോയാൽ പുറത്ത് വരാൻ സാധിക്കുമെന്നറിയില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് സത്യാഗ്രഹത്തിന് വരാൻ തയ്യാറാണ്.
ഏകദേശം 7000-ൽ കൂടുതൽ സ്വയംസേവകർ സത്യാഗ്രഹം. മുഴുവൻ സത്യാഗ്രഹത്തിലെ മെയിനായിട്ടുള്ള പങ്ക് ആയിരുന്നു. അപൂർവമായിട്ട് പല സ്ഥലത്ത് ചില ആൾക്കാർ വന്നിരുന്നതല്ലാതെ ബാക്കി വിവിധ സംഘടനകൾ സത്യാഗ്രഹത്തിൽ കാര്യമായിട്ട് പങ്കുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സംഘത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ ആനന്ദേട്ടനെയും ബാക്കിയുള്ളവർക്ക് അറസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഇവിടെയായിരുന്നു സെൻറ്റർ ഉണ്ട്. ആലുവ പരിസരത്ത് മുഴുവൻ സത്യാഗ്രഹത്തിനുള്ള പ്രവർത്തനം ചെയ്യേണ്ട അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം ഞാനിവിടെ നിർവഹിച്ചു. അടിയന്തരാവസ്ഥ തുടർന്ന സമയത്ത് പരമേശ്വരിക്ക് സുഖമില്ലായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥ സമയത്ത് പരമേശ്വരിക്ക് നിർബന്ധമാണ് സത്യാഗ്രഹം ചെയ്ത് ജയിലിൽ പോകണമെന്ന്. അപ്പോൾ ഈ പ്രഷർ കൊണ്ട് പുറത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോവുകയാണ്, പിന്നെ സ്വസ്ഥത ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനം നടന്നാണ് ബാക്കി സ്ഥലത്ത്. തീരെ മർദ്ദനം നടക്കാത്ത സ്ഥലം പാലക്കാടാണ്. അവിടുത്തെ പാലക്കാട്ടിലെ പോലീസ് ഓഫീസർ അദ്ദേഹം പോലീസ് കൊടുത്ത നിർദ്ദേശം, ഈ സത്യാഗ്രഹം ചെയ്യുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല. നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക, കോടതി വിളിക്കും, കോടതി പിന്നെ കാര്യം ചെയ്യട്ടെ. അതുകൊണ്ട് പരമേശ്വരിജിയെ നമ്മുടെ അധികാരികൾ നിശ്ചയിച്ചത് പാലക്കാട് സത്യാഗ്രഹത്തിന് അയക്കാനാണ്. സത്യാഗ്രഹത്തിന് പോയി പരമേശ്വരി ജയിലിൽ പോയി. അതോടുകൂടി പരമേശ്വരിജിയുടെ പ്രശ്നം മാറി. അങ്ങനെ പരമേശ്വരിജിയുടെ പ്രകൃതം. പിന്നെ അദ്ദേഹത്തെ അത് കഴിഞ്ഞ ശേഷം ഡൽഹി ദീൻദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി. ആ സമയത്തും കേരളത്തിലെ ഈ വൈചാരിക രംഗത്തുള്ളൊരു ഉണ്ടാക്കണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് താങ്കടിച്ചയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ വിചാരം തുടങ്ങിയത്. പരമേശ്വരിജിയുടെ പൊതുവെ പ്രകൃതം, അദ്ദേഹം ജനസംഘത്തിൻ്റെ വർക്കറായിട്ട് പോയിട്ടുള്ള കാലഘട്ടത്തിൽ ഞാൻ വാഴൂർ ഭാഗത്ത് പ്രചാരകമാണ്. പോയി ഒരു കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ കോട്ടയത്ത് വന്നു. കോട്ടയത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സേതു ഇവിടെ പ്രചാരകണ്ടല്ലോ, അയാളുടെ ഏരിയയിൽ പോകാം. പ്രതീക്ഷിക്കാതെ അദ്ദേഹം മറ്റേ ആനിക്കാട് വന്നു. അപ്പോൾ ആനിക്കാട് നമുക്ക് ഒരു റൂം മാത്രമേ ഉള്ളൂ, അത്ര അധികം സ്വയംസേവകനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പരമേശ്വരി ചിലപ്പോൾ നമുക്കൊരു കാര്യം, വാഴൂർ എന്നുള്ള സ്ഥലത്ത് അയ്യപ്പൻ എന്നുള്ളൊരു സ്വയംസേവകൻ, അയാൾ നമ്മുടെ കാര്യകർത്താവാണ്. അയാളുടെ വീട്ടിൽ പോകാം, രാത്രി അവിടെ താമസിക്കാം. അപ്പോൾ അവിടെ പിന്നെ ഒരു വീടിൻ്റെ സൗകര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ശരിക്കൊരു 4-5 മൈലോളം നടക്കണം. അന്ന് പരമേശ്വരിജി വളരെ എങ്ങനെ ഈ തരത്തിൽ ആരോഗ്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ധാരാളം നാട്ടിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ അദ്ദേഹം പറഞ്ഞ്, ആ വിഷമം, നാട്ടിലെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാകപ്പെട്ടൊരു ഭയം, ഓ ഇത്രയും കാര്യങ്ങളൊക്കെ വിഷമമാണല്ലേ. അപ്പോൾ ഉടനെ പരമേശ്വരിക്ക് തോന്നി എൻ്റെ മനസ്സിന്, അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടണ്ട, നമ്മുടെ സംഘവർക്ക് വളർന്നാൽ ഇതൊക്കെ പരിഹാരമാകും. സാധാരണ നിലയ്ക്ക് കൂരിലിട്ട് കണ്ട ആൾക്കാർക്ക് ഭയം വരും, പക്ഷെ സൂര്യോദയത്തോടുകൂടി കൂരി എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചു. ഞങ്ങൾ നേരെ ആ വീട്ടിലെത്തിയപ്പോൾ ഒരു കുന്നിൻ്റെ പൊടി കയറിയിട്ടാണ് വീട്. അവിടെ ഒരു 7-7:30 മണിയായിട്ടൂടെ നമ്മൾ എത്തിയത്. അവർക്ക് പിന്നെ വളരെ ഗ്രാമങ്ങളായിരുന്നു, നേരത്തെ തന്നെ ആഹാരമൊക്കെ കഴിക്കുന്ന പ്രകൃതക്കാരാണ്. അവിടെ പോയിക്കൊണ്ട് തന്നെ ആ വീട്ടിലെ സ്വയംസേൻ്റെ മൂത്ത ചേച്ചി ചോദിച്ചു, സേതു എവിടുന്നാണ് വരുന്നത്? അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ പറയാൻ പറ്റുമ്പോൾ പരമേശ്വരൻ കഴിച്ചു. എന്താ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നത്, ഊണ് കഴിച്ചോ ഇല്ലെന്ന് അറിയാനല്ലേ. ഞങ്ങൾ ഊണ് കഴിച്ചിട്ടില്ല, ഇവിടെ ഇല്ലെങ്കിൽ അത് തയ്യാറാക്കി കഴിച്ചിട്ടേ ഉറങ്ങുന്നുള്ളൂ. ഇതായിരുന്നു പരമേശ്വരൻ്റെ പ്രകൃതം. അവർക്ക് വലിയ സന്തോഷം. ഇവിടെ തന്നെ ഊണൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടായിരുന്നില്ല. പരമേശ്വരിജിയുടെ പ്രകൃതം വീട്ടിൽ പോയാൽ ഒരു ഔപചാരിക ഒരു ഇതൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ പിടിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത്? 2-3 സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഞാനും ഹരിയേട്ടനും കൂടിയിട്ടൊക്കെ ഇവിടെ പെരുമ്പാവൂർ വെച്ചിട്ട്, നമ്മുടെ പെരുമ്പാവൂരിൽ നിന്നും ആലുവയിൽ നിന്നൊക്കെ നല്ല സെറ്റ് സ്വയംസേവകർ സത്യാഗ്രഹത്തിന് പോയി. ഞാൻ പെരുമ്പാവൂരൊരു സ്ഥലത്ത്, അന്ന് നീ വേഷമൊന്നും അറിയില്ല, ഇതൊക്കെ തന്നെയാണ്. അവിടെ ഒരു വിക്രമൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് SI ഉണ്ടായിരുന്നു. ആലുവ സംബന്ധിച്ച് അതിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട്. അനവധി പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെരുമ്പാവൂർ ക്ഷേത്രത്തിനടുത്ത് ബസ് ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ പോലീസ് ജീപ്പ് പെട്ടെന്ന് കടന്നുപോയി. കുറച്ച് കഴിഞ്ഞ ശേഷം ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ നമ്മുടെ വീടുകളിലെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയി ചില വീടുകൾ നമ്മുടെ വീട്ടിൽ ഞാൻ വീട്ടിലിരുന്നു. അപ്പോൾ പോലീസൊക്കെ വന്ന് അവിടെ ചുറ്റുഭാഗമൊക്കെ നോക്കിയിട്ട് പിന്നെ പോകുന്നില്ല.
ത്രിവിക്രമൻ അയാൾക്ക് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ മിക്കവാറും ഇരിക്കാനുള്ള സാഹചര്യം അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് ആലുവയിൽ വെച്ചിട്ട് നമ്മൾ വരുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ അവർ ഓരോ ആൾക്കാർ വന്നിട്ട് ബസ്സിൽ ചില ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് പോലീസിൻ്റെ വരവ് കൊണ്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വേറൊരു ബസ്സിൽ കയറി ഇവിടെ ഇതിൽ കാറ്റ് നിൽക്കുകയാണ്. അപ്പോഴേക്ക് പോലീസൊക്കെ വരുന്നുണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് മാറിയിട്ട് വേറെ ബസ്സിൽ കയറി പിന്നെ പോയി. അങ്ങനെ പല സ്ഥലത്തും പെട്ടെന്ന് നമ്മുടെ ഹരിയേട്ടനായിട്ടും ഒക്കെ നമ്മുടെ ബൈഠക്കിന് വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങൾ റോഡിലിറങ്ങി നടക്കുമ്പോൾ പോലീസ് ജീപ്പ് വരുന്നു. നമ്മളെ അറിയുമെന്ന് അറിയില്ല. പിന്നെ ഹരിയേട്ടൻ്റെ ഒരു ബുദ്ധി വിചാരിച്ച് പെട്ടെന്ന് സൈഡിൽ മുത്തൊഴിക്കാനിരിക്കുന്ന പോലെ ഇരുന്ന് അയാൾക്ക് നമ്മളെ അറിയോ പിടിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഹരിയേട്ടൻ്റെയൊക്കെ പെട്ടെന്നുള്ള സമയമാണ് നമുക്ക് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് പല സ്ഥലത്തും. നേരിട്ട് പിടിക്കപ്പെടാനുള്ള സാധ്യത ഇത്തരത്തിലുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ നമ്മുടെ 2-3 അനുഭവങ്ങൾ സ്വയം സേവകർ സംഘത്തിൻ്റെ പ്രചാരകന്മാർ വീടുകളിൽ താമസിക്കുന്നു. അവർക്ക് റിസ്ക്കാണ്. അവിടെ വെച്ച് എന്തെങ്കിലും അവർ അറസ്റ്റ് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആ വീടും തന്നെ ആവും. പക്ഷേ നമ്മുടെ വീട്ടമ്മമാർ വളരെ വളരെ റിസ്ക് എടുത്ത് നമ്മളെ സഹായിച്ചു. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് നമ്മുടെ തമ്മനത്ത് നമ്മുടെ സ്വയം സേവകൻ്റെ വീട്ടിൽ അയാളുടെ വീട്ടിൽ തന്നെ ഭാസ്കറാവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാനും അത്യാവശ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര എവിടെ പോകണം എന്നൊക്കെ നിശ്ചയിക്കാനൊക്കെ ഒരു സ്വയം സേവകർ KC ബാലൻ അദ്ദേഹം അവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. എന്തോ അറിയാതെ രാത്രിക്ക് പോലീസ് ആ വീട്ടിൽ വരുന്നു. ചെറിയ വീടാണ്. വീടിൻ്റെ മുൻവശത്തൊരു ചെറിയ മുറിൻ്റെ അതിലാണ് താമസിക്കുന്നത്. വീടിൻ്റെ നടുവിലെ കുറച്ച് സ്ഥലത്ത് ഈ അമ്മയും 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും അവർക്ക് അവിടെ കിടക്കാം. ഭർത്താവ് മരിച്ചുപോയി. ആ രീതിയിൽ താമസിക്കുന്ന വീട്. പെട്ടെന്ന് ആ ജീപ്പ് അവിടെ വരുന്നു. ജീപ്പിൻ്റെ സ്റ്റേഷനിൽ അമ്മ ഉണർന്നു. അമ്മ മെയിൻ ഗേറ്റ് മറ്റേ വാതിൽ തുറന്ന് പുറത്ത് വന്നാൽ സൈഡിലെ റൂം കാണും. ഇവരെന്ത് ചെയ്തു? പുറത്തേക്ക് പിന്നിൽ കൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ പോലീസ് നിൽക്കുന്നു. നിങ്ങളുടെ മകനെ ഇവിടെ. അപ്പോൾ സാറേ അവൻ ഉറങ്ങാൻ, അവനെ വിളിച്ചോണ്ടു നമുക്ക് വേണം. അപ്പോൾ സാറേ അവനെ ഇവിടെ പാൽ കൊടുക്കാനായിട്ട് വേറെ ആരുമില്ല, കുട്ടികൾ വേറെ ആരുമില്ല, നമ്മൾ പാൽ കൊടുത്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ അവനെ ഞങ്ങൾ കൊണ്ടുവിട്ട് വിടാം, ഉടൻ തന്നെ വിടാം. പക്ഷേ അയാൾ നമുക്ക് ചോദ്യം ചെയ്യണം. ഈ അമ്മ വന്നിട്ട് മകനെ വിളിച്ചിട്ട് പോലീസിൻ്റെ കയ്യിലേൽപ്പിക്കുന്നു. പോലീസ് കൊണ്ടുപോയി. ഈ അമ്മ ഉടനെ തന്നെ രാത്രി അടുത്ത വീട്ടിൽ പോയിട്ട് അവരുടെ ബന്ധു വീടാണ്. നമ്മുടെ വീട്ടിലൊരാളുണ്ട്, RSSൻ്റെ ആൾ. മകനെ കൊണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ അവനെ അടിച്ചാൽ ചില കാര്യങ്ങൾ പറയും. വിചാരിച്ചു തൽക്കാലം അവനെ ഇവിടെ താമസിപ്പിക്കണം എന്ന് പറഞ്ഞ് രാത്രി വന്ന് ഇയാളെ വിളിച്ച് കടലാസ് സഹിതം എല്ലാ റെക്കോർഡും സഹിതം അങ്ങോട്ട് പോയി താമസമാക്കിയിട്ട് അമ്മ ഒന്ന് കിടന്നു. അയാളെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഒരു പോസ്റ്റർ ഒട്ടിച്ചു വന്ന് ആരോ പരാതി കൊടുത്തു ഈ വീട്ടിലെ കുറിച്ചിട്ട്. അയാളെ കൊണ്ട് പിന്നെ വിടുന്നത്. ഈ രീതിയിൽ അമ്മമാർ വളരെ കാര്യമായിട്ട് സഹായിച്ചു. ഒരു സ്ഥലത്ത് നമ്മുടെ സംഘത്തിൻ്റെ അധികാരി താമസിക്കുന്നു. അവരുടെ ആ മുറി പൂട്ടിയിരിക്കുകയാണ് പറഞ്ഞത്. അദ്ദേഹം കച്ചവടത്തിന് പോയിരിക്കുകയാണ്. അടുത്ത ബന്ധുക്കൾ വരുന്നു. ഈ പുതിയ വീടാണ് കാണാനായിട്ട്. അപ്പോൾ ആ ബന്ധുക്കൾ വരുന്ന സമയത്ത് ഈ വീടൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ മുറി ഉള്ളിൽ ആൾക്കാർ കേൾക്കുന്നു. ഈ മുറി ചില മറ്റേ ഭർത്താവിൻ്റെ കച്ചവട സാധനങ്ങൾ വെച്ചിരിക്കും, പൂട്ടിയിരിക്കുകയാണ്. റൂം താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നോളം തന്നെ പറയുന്നു, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൊണ്ട് താക്കോൽ കടയിൽ വെച്ചിരിക്കാമെന്ന് പറയാം. എന്നിട്ട് ആഹാരമൊക്കെ കഴിഞ്ഞ ശേഷം ഈ സാധാരണക്ക് ബന്ധുക്കളെന്ന് ഇപ്പോൾ എന്തിനാ തിരിച്ച് പോകുന്നതെന്ന് പറയാം. പക്ഷേ ഈ അമ്മ ഭർത്താവിന് ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ, കാറ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെങ്ങനെയാണ് ബസ്സിൽ പോവുക? ഏതായാലും പോകുന്ന സമയത്ത് അവർ ബസ് സ്റ്റാൻഡിലാക്കിയിട്ട് പോയാൽ പോരെ എന്നൊക്കെ അവർ യാത്ര കഴിഞ്ഞ ശേഷം പിന്നെ ഇത് ക്ഷമിക്കണം, ഊണ് കഴിക്കാൻ ഇത്തിരി താമസിച്ചു, അങ്ങനെയെങ്കിലും അവരെ ആക്കിയിട്ട് വന്നു. ഈ രീതിയിൽ അമ്മമാർ നമ്മളെ സഹായിച്ചു. നമ്മുടെ ആലുവയിലെ ഒരു സ്വയം സേവകർ, അവർ കൊങ്കണിമാരാണ്. ജയിലിൽ പോയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ആൾക്കാരെ അറിയിക്കണം. ആ സമയത്ത് മലയാളത്തിൽ പോയിട്ട് ഇവരോട് സംസാരിക്കാൻ നിൽക്കില്ല. ഇവർ പോയിട്ട് ഇവരുടെ ബ്രദർ ജയിലിലാണ്. ഇപ്പോൾ കൊങ്ങിണിയിൽ ചില കാര്യങ്ങളൊക്കെ അവരോട് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് മുഴുവൻ കൊടുക്കും. പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ മലയാളത്തിലൊക്കെ സംഭവിക്കും, നിങ്ങൾ കൊങ്ങിണി തന്നെ, എൻ്റെ ചേട്ടനോട് എനിക്ക് ഈ ഭാഷ അല്ലാതെ ഞാനെങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ തരത്തിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരിമാർ പഠിച്ചിരുന്നു. വേറൊരു അമ്മ
ഈ അടിയന്തരാവസ്ഥയിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് ബാങ്കിൽ കൂടെ ചെയ്യാൻ നിവൃത്തില്ല. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ RSSൻ്റെ പേരുള്ള സംഗതിയാണ്. അപ്പോൾ ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ പൈസ കൊടുക്കും. ഒരു ചിട്ടി കൊടുത്തയച്ചാൽ ഒരു പൈസ കൊടുക്കും. നമ്മുടെ ഇവിടുത്തെ ഒരു കോളേജ് പ്രൊഫസറായിരുന്ന സുമംഗല ടീച്ചർ, അവരായിരുന്നു അവിടെ സാമ്പത്തികമായിട്ട് കൈകാര്യം ചെയ്തത്. പൈസ അവരുടെ കയ്യിലുണ്ട്, കണക്ക് കൊടുത്താൽ പിന്നെ അവർ ഒന്ന് കൊടുക്കും, വീട്ടിൽ നിന്നും കൊടുക്കാം. ഈ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഈ അമ്മമാർ മാത്രമല്ല, സംഘമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ സംഘ അനുഭാവിയാണ്. അപ്പോൾ നമ്മുടെ ഈ പൈസ ആരുടെയും കയ്യിൽ വെക്കണം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത്, ഞാനും സംഘമായിട്ട് ബന്ധമുള്ള ആളെന്ന് അറിയില്ലേ, എൻ്റെ അനിയനുണ്ട് സംഘമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ മതി. അദ്ദേഹം പിന്നെ ചെയ്തു. അദ്ദേഹം ഒരു പെട്രോൾ പമ്പ് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിച്ച് നമ്മൾ കൊടുക്കാൻ. അപ്പോൾ ബിസിനസ്സുകാരനായാലും ആർക്ക് വേണമെങ്കിൽ പൈസ എപ്പോൾ വന്ന് കൊടുക്കുക. അടിയന്തരാവസ്ഥ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് കഴിച്ച ബാക്കിയുണ്ട്, അത് വാങ്ങിക്കാനായിട്ട് ഹരിയേട്ടൻ പോയി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എത്രയാണോ നമ്മൾ പൈസ ഏൽപ്പിച്ചത് അതിന് എത്രയാണോ പലിശ കിട്ടുമായിരുന്നു, ആ പലിശ സഹിതം പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകും. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടാനുള്ളൂ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നിങ്ങളുടെ പൈസ ഞാൻ വേറെ വെച്ചിട്ടില്ല, ഒരുമിച്ച് ബാങ്കിൽ അടച്ചിട്ടുണ്ട്, അതിൻ്റെ പലിശ കിട്ടിക്കൊണ്ട് ആ പലിശ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, കൊണ്ട് പലിശ സഹിതം എന്തായിരുന്നു. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, തൽക്കാലം ഞങ്ങൾക്ക് കിട്ടാൻ പൈസ തരാണ്ട് തന്നാൽ മതി, ബാക്കിയുള്ളത് നമ്മുടെ ഗുരുദക്ഷിണ വരുമ്പോൾ അങ്ങ് വന്ന് ഗുരുദക്ഷിണ ചെയ്താൽ മതി. അതിന് ശേഷം അദ്ദേഹം റെഗുലറായിട്ട് ഗുരുദക്ഷിണ ആ പൈസയും പിന്നെ എല്ലാ വർഷവും ഗുരുദക്ഷിണ ചെയ്യാൻ തുടങ്ങി. ഈ തരത്തിലുള്ള വളരെ നല്ല അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയെ തുറന്നുണ്ടായിട്ടുണ്ട്.